ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം മരണസംഖ്യയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് 170 ഉയർന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത് നേരത്തെ 110 ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അവിടെയുള്ള ദേശീയ മാധ്യമങ്ങൾ, നേരത്തെ ദേശീയ മാധ്യമങ്ങളാണ് ഈ പറഞ്ഞ ആദ്യം ഒരു 30 എന്ന നമ്പർ നമുക്ക് മുന്നിൽ എത്തിയത്, പിന്നീട് അത് 110 ആകുന്നു. അതൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളല്ല. തീർച്ചയായും നമുക്കത് പ്രതീക്ഷിക്കണം. സ്വഭാവം അതെ. ഈ വിമാന ദുരന്തത്തെ ആരെങ്കിലും അതിജീവിച്ചാൽ അത്രയും ഭാഗ്യം എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ഇപ്പോൾ ആ വിമാന ദുരന്തം കണ്ടതാണ്. അത്രയും വലിയ വിമാന ദുരന്തമാണ്. ഈ ബോയിങ് ഡ്രീം ലൈനറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഒരു ബോയിങ് ഡ്രീം ലൈനർ വിമാനം ഏറ്റവും സുരക്ഷയുള്ള ഭൂഖണ്ഡാന്തര യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷയുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള വിമാനമായി അറിയപ്പെടുന്ന ഡ്രീം ലൈനർ പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ഇങ്ങനെ എയർപോർട്ട് പരിസരത്ത് തന്നെ തകർന്നു വീണിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ഗൗരവപൂർണമായ ചോദ്യമാണ്. മരണസംഖ്യ ഉയരുന്നുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. സങ്കടകരമാണത്, പറയാൻ അങ്ങനെ പാടുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ഈ വിമാന ദുരന്തത്തെ അതിജീവിക്കുന്ന ആളുകളുടെ എണ്ണം തീർത്തും കുറവായിരിക്കുമെന്ന് നമുക്ക് ആ അപകടം കണ്ടാൽ തന്നെ ഉറപ്പിക്കാൻ കഴിയും. അത്രയും ദാരുണമായ ദയനീയമായ ദൃശ്യങ്ങളാണ് അഹമ്മദാബാദിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിവരങ്ങളായി വന്നപ്പോൾ ഏറെ കുറച്ചുകൂടി ഞെട്ടലുണ്ടാകുന്നത് പരിചിത മുഖങ്ങളിലൊന്ന് ഈ വിജയ് രൂപാണി, മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിൻ്റെ. അദ്ദേഹം ഈ അപകടത്തിൽ 12ാം നമ്പറായി ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെയും ആരോഗ്യമെന്നാണ്. സിവിൽ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 242 യാത്രക്കാരുമായി UK പോയ വിമാനമാണ് അപകടത്തിൽപ്പെടുന്നത്. 1:38 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത്, ഈ എയർപോർട്ടിൽ നിന്നും, സർദാർ പട്ടേൽ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത് നിമിഷ നേരം കൊണ്ട് 5 മിനിറ്റോട് കൂടി തന്നെ ഈ അപകടം ഉണ്ടാകുന്നു. വിമാനം കത്തിയമർന്ന് തകർന്ന് വീഴുന്ന ഒരു സംഭവമായി അത് മാറുന്നു. അതിനുശേഷം ഏറ്റവും പുതുതായി വരുന്നത് അവിടുത്തെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ആയിരുന്നു. പാസഞ്ചേഴ്സ് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ 169 ഇന്ത്യക്കാർ ആണ്, 53 ബാക്കി UK പൗരന്മാരാണ്. അതിൽ കനേഡിയൻ പൗരനായി ഒരാളുണ്ട്. ബാക്കി 7 പേർ പോർച്ചുഗൽ പൗരന്മാരാണ്, പോർച്ചുഗീസുകാരാണ്. ഇതായിരുന്നു ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ്. 217 മുതിർന്ന ആളുകൾ ഉണ്ട്, 11 പേർ കുട്ടികളാണ്, 2 നവജാത ശിശുക്കളുമുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ഹൃദയഭേദകമായ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടത്തെ വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം ഹൃദയഭേദകം എന്നാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ സ്ഥിതിഗതികൾ നേരിട്ട് അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും വിലയിരുത്തി. വ്യോമയാന മന്ത്രി അല്പസമയത്തിനകം തന്നെ അഹമ്മദാബാദിലേക്ക് എത്താൻ പോകുന്നു. കൂടുതൽ സുരക്ഷാ സേനാ വിഭാഗത്തെ NDR ഉൾപ്പെടെ എയർപോർട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. CISF ആണ് പ്രാഥമികമായി തന്നെ ഈ സംഭവം ഉണ്ടായത് മുതൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഏറ്റവും ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി അങ്കലാപ്പുണ്ടാക്കുന്നത് ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് ഈ വിമാനത്തിൻ്റെ ഒരു പാർട്ട് വീണത് വിജയ് ഹോസ്പിറ്റൽ എന്ന ആശുപത്രിയുടെ അവരുടെ ഹോസ്റ്റൽ മെസ്സ് പ്രവർത്തിച്ചിരുന്ന വിമാനത്തിനകത്ത് വിജയ് രൂപാണി ഇരിക്കുന്ന ചിത്രങ്ങൾ, ബിസിനസ് ക്ലാസ്സിൽ വിജയ് രൂപാണി ഇരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം വിമാനത്തിലുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിജയ് രൂപാണിയുടെ അവസാനത്തെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് 170 എന്ന മരണസംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന ആശങ്കാജനകമായ കാര്യം അറിയിക്കാനുണ്ട്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അനൂപ് ദാസ് അല്പസമയത്തിനകം ചേരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. മരണസംഖ്യ 170 കടന്നിട്ടുണ്ട്. ഈ മരണസംഖ്യയിൽ, ഈ കാഷ്വാലിറ്റിയിൽ അവിടുത്തെ പ്രദേശവാസികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. വിജയ് രൂപാണിയുടെ ചിത്രം പുറത്തേക്ക് വരികയാണ്. എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇനി വിദഗ്ധർ മറുപടി പറയേണ്ട കാര്യമാണ്. സിവിൽ ഏവിയേഷൻ രംഗത്തെ വിദഗ്ധർ തന്നെ ഈ വിമാനം അപകടത്തിൽപ്പെടുന്നത് കണ്ട്, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, ലാൻഡിംഗ് ഗിയർ സ്റ്റക്കായിട്ടുണ്ട് എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.